അങ്ങനെ രാവിലെ അബിയുടെ ബഹളം കേട്ടുകൊണ്ടാണ് എല്ലാവരും ഹാളിലേക്ക് വരുന്നത്. അങ്ങനെ ഹാളിലേക്ക് വരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ആ കാഴ്ച കണ്ട് അങ്ങ് ഷോക്കായി പോവാണ്. ബാക്കി എല്ലാവരും തന്നെ വായിൽ കൈയും വെച്ച് ഈശ്വരാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ അബി നന്നായിട്ട് മദ്യപിച്ച് ഹാള് സെറ്റിൽ വന്നിരുന്നിട്ട് ബഹളം വെക്കാണ്. അപ്പോഴേക്കും ഓടി അങ്ങോട്ടേക്ക് എന്തിനും മുത്തശ്ശി ചോദിക്കുകയാണ്, നീ എന്താടാ കാണിച്ചത്? നീ ഈ കൊലം പിടിക്കാൻ പോവാണോടാ നശിച്ചവനെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയും അതുപോലെ തന്നെ ജാനകിയും എല്ലാവരും വന്നിട്ട് ഇവനെ വഴക്ക് പറയാൻ കേട്ടോ. പറ എല്ലാവരും എന്നെ വഴക്ക് പറ, ഞാനങ്ങനെ തീരട്ടെ, ഞാൻ അവസാനിക്കട്ടെ, അത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇത്രയും നാളും മൂർത്തി കുടുംബം കാത്തു സംരക്ഷിച്ച എല്ലാ ഇതും നീ നശിപ്പിച്ചു. എല്ലാ അന്തസ്സും ആഭിജാത്യവും എല്ലാം പോയി. ഈ വീട്ടിലെ ആരും മദ്യപിക്കരുതെന്ന് പറയുമ്പം നീ വീടിനുള്ളിൽ തന്നെ മദ്യപിച്ച് കയറി വരികയാണോ? ആരെങ്കിലും അറിഞ്ഞാൽ എന്തായിരിക്കും ഈ മൂർത്തി കുടുംബത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വേവലാതിപ്പെടുന്നു. മതിയായി, എനിക്ക് എൻ്റെ മക്കളെല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ സങ്കടപ്പെടുമ്പം ആദർശോ, അയ്യോ മുത്തശ്ശ സങ്കടപ്പെടല്ലേ, ടെൻഷൻ അടിക്കല്ലേ, എന്താ അബി നീ എന്താ ഈ കാണിച്ചത്? മുത്തശ്ശനെ യാതൊരു ടെൻഷൻ അടിക്കാൻ പാടില്ല, നിനക്കറിയില്ലേ? എന്നിട്ടാണോ നീ ഇമാതിരി ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് വരുന്നത്? എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പുറത്തു വെച്ച് നിനക്കൊണ്ട് പറഞ്ഞതായിരുന്നോ? ഞാനത് പരിഹരിച്ച് തരില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതേടാ ആദർശേ, നീ പരിഹരിക്കും, എല്ലാം പരിഹരിക്കും. എന്നെ മാത്രം ഇവിടെ ആരും കൺസേൺ ചെയ്യുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ എല്ലാവരും വേണ്ടെന്ന് വെച്ചിരിക്കല്ലേ, അതുകൊണ്ടാണ് എൻ്റെ നല്ലത് ഇവളെ കിട്ടിവെച്ച് എൻ്റെ ജീവൻ തന്നെ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അബി ബഹളം വെക്കാണ്. അപ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് എന്താ സംഭവിച്ചെന്ന് പറ. അപ്പോഴേക്കും അവിടെ അനിയും ബാക്കി എല്ലാവരും കൂടി നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ കയ്യിലിരുന്ന കുറേ ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട്, ദാ കണ്ടില്ലേ, എൻ്റെ ജീവിതവും എൻ്റെ മാനവും എല്ലാം പോയി, ഈ നശിച്ചവൾ കാരണം എല്ലാം പോയി എന്ന് പറയാണ്. അപ്പോഴേക്കും ആ താഴെ വീണ ഫോട്ടോസ് എടുത്ത് എല്ലാവരും നോക്കുമ്പോഴേക്കും ആ ഫോട്ടോസ് മറ്റേ നമ്മുടെ നവ്യയുടെ പഴയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നിട്ടോ, അവൻ്റെയും കൂടെ ഫോട്ടോഷോപ്പ് ചെയ്ത് കയറ്റിയിരിക്കുന്നതാണ്. അപ്പോഴേക്കും നയനയും നവ്യ ഇത് കണ്ട് ആകെപ്പാടെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ആദർശ് ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ അറിയാമെന്ന് കേട്ടോ, ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് നയന ആദർശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദർശിന് മനസ്സിലായി ഇത് ആ പയ്യൻ അയച്ച പരിപാടി തന്നെയാണെന്ന്, മതൻ ചെയ്ത പണി തന്നെയാണെന്നുള്ള കാര്യം ആദർശിന് മനസ്സിലാകുന്നു. സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവ്യയ്ക്ക് പഴയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മദൻ. അവനാണെങ്കിൽ വന്നിട്ട് നവ്യെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് ക്യാഷ് ഇല്ലാത്ത കാരണം നവ്യ അവനെ അവോയ്ഡ് ചെയ്യാണ്. അങ്ങനെയാണ് അബിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. അതിനുശേഷം ബാറിൽ വെച്ചിട്ട് അബിയെ അവൻ കണ്ടുമുട്ടുന്നുണ്ട്. നല്ല പൂസിൽ അവൻ അബിയോട് തനിക്ക് നവ്യനെ ഇഷ്ടമായിരുന്നൊക്കെ വിളിച്ചു പറയാണ്. ഇത് തന്നെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് അബി തന്നെ അയാൾക്ക് ക്യാഷ് കൊടുത്തിട്ട് നവ്യനെ വിളിക്കാനും ടോർച്ചർ ചെയ്യാനും അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഇവന് അവളും തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിയിച്ച് അവളെ അവിടെ നിറക്കാനും വേണ്ടി അബി ചെയ്യുന്ന പരിപാടികളാണിട്ടത് മൊത്തം. അങ്ങനെ ഈ ഫോട്ടോസ് എല്ലാം തന്നെ ഫോട്ടോഷോപ്പ് ചെയ്തതും അബി തന്നെയാണ്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ അബി അഭിനയിക്കുകയാണ് കേട്ടോ, ഒന്നും അറിയാത്തതുപോലെ. എന്നിട്ട് ഈ ഫോട്ടോസ് എടുത്തിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ഇതെല്ലാം, ഈ കുടുംബത്തിൻ്റെ മാനം നശിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നവ്യ ഇടുന്ന കരയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നേരത്തെ ഞാൻ കണ്ടതാണെന്ന് പറയുന്നു. അപ്പോഴേക്കും എല്ലാവരും ഷോക്കായിട്ട്, നേരത്തെ കണ്ടോ? എന്നിട്ട് അമ്മ എന്താ ആളോട് പറയാനെന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോഴേക്കും അത് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം ഈ ഫോട്ടോയിലുള്ളവനും ഇവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അവളെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഇത് ഇവളുടെ പഴയൊരു ഫ്രണ്ട് മാത്രമാണ്. അവൻ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ ചെയ്തു. പക്ഷെ അവളത് നിരസിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവളുടെ വിവാഹം കഴിഞ്ഞൊന്നും വലിയ പണക്കാരനാണ് കെട്ടിയെന്ന് അറിഞ്ഞപ്പം ക്യാഷിന് വേണ്ടിയിട്ട് അവൻ ഇവളെ ഫോളോ ചെയ്യുകയും ശല്യപ്പെടുത്തുകയും ചെയ്യാണ്. അവൾക്ക് കൂട്ടായിട്ട് ആദർശം നയനയും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, കണ്ടില്ലേ അബി, അല്ലാതെ നിന്റെ ഭാര്യ ഒരു തെറ്റുകാരിയുമല്ല, അവളൊരു തെറ്റും ചെയ്തിട്ടുമില്ല. നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അവളൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് നീയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് സമാസമമായി. അത് മാത്രമല്ല ഇപ്പം നവ്യയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം, ഓഹോ അപ്പം ഞാനാണല്ലേ പൊട്ടൻ, അവൻ്റെ കൂടെ ഒരു ദിവസം ഇറങ്ങിപ്പോവും, അപ്പം എല്ലാവരും പഠിച്ചോളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി അവനെ അടിക്കാൻ കൈ വാങ്ങിയിട്ട് പറയാണ്, മിണ്ടരുത്, മര്യാദയ്ക്ക് ഇരുന്നോണം, എനിക്കറിയാം സത്യങ്ങളെല്ലാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് നവ്യ നയനെയും ആദർശിനെയും വീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവനെ മറ്റാരോ ഇളക്കി വിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ നവ്യയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. നവ്യ നയനെയും കൂടി ഇതാരും അറിയാതെ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾ കിടന്ന് കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അതും ഞാൻ അറിഞ്ഞതാ. അന്ന് രാത്രി നയന വീണു എന്ന് പറയുന്നത്, അന്ന് നയന വീണുവെന്നല്ല, ശരിക്കും അവനെ അവിടെ പിടിക്കാൻ പോയപ്പം അവൻ ബൈക്കിൽ തട്ടിയിട്ടതാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, മുത്തശ്ശി പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, ശരിക്കും നവ്യ ഒരു തെറ്റും ചെയ്തു
ചെയ്തിട്ടില്ല. അവനാണ് നബിയുടെ പുറകെ നടന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ടും മറ്റെന്തോ ദുരുദ്ദേശത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ഇവർ തമ്മിലെടുത്ത ഫോട്ടോസൊന്നും അല്ല, ഇതൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്താണ്. +2 ഇവരുടെ ഗ്രൂപ്പിൽ ഇതേ ഫോട്ടോസൊക്കെ ഇവള് മറ്റുള്ള അവളുടെ ഗേൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടതാ. എന്നെ നയനും നവിയും കാണിച്ചതാ. ആ സ്ഥാനത്ത് മദൻ്റെ ഫോട്ടോ കയറ്റിയിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ്. നിനക്ക് മനസ്സിലാകത്തില്ലേ അബി? നിനക്ക് ഇത്രയ്ക്കും ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശ് പറയുമ്പം അബി ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മുത്തശ്ശിയൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം അബിക്ക് അറിയില്ലല്ലോ. ഈ പ്ലാനും പൊളിഞ്ഞൊന്നും അബി മനസ്സിൽ കയറ്റിട്ട് ഇല്ല, ഞാൻ സമ്മതിക്കില്ല, എനിക്കിനി ഇവളെ വേണ്ട, ഇങ്ങനെ എടുത്ത് എൻ്റെ ജീവിതത്തിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയാണ്. അങ്ങനെ അബി ഇവളെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നവ്യ ബോധം കിട്ട് താഴെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടിയിട്ട് ഡോക്ടറിനെ വരുത്തിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും നവ്യ ഗർഭിണിയാണെന്ന് അറിയുന്നു കേട്ടോ. അങ്ങനെ ശരിക്കും നവ്യ ഗർഭിണിയാവുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ആ ഡോക്ടറോട് ജലജ ചോദിക്കുന്നുണ്ട്, ശരിക്കും മോള് ഗർഭിണിയാണോ? കാരണം ഇത്രയും നാളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റാരെ കൊണ്ടും ചെക്ക് ചെയ്ത് നോക്കിക്കാം, ഈ നവ്യ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കിറ്റ് മേടിച്ച് നോക്കിയാലും മതി എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി വഴക്ക് പറയാണ്, വീട്ടിൽ വരുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ജലജന് വഴക്ക് പറയുന്നുണ്ട്. ജലജ പറയാണ്, അല്ല പഴയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നു, അപ്പം ഈ ഒരു ഇതിൻ്റെ ക്ലൈമാക്സ് ഇത്രയേ ഉള്ളൂ. അബി നിൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വയറ്റിലുള്ളത്, അതുകൊണ്ട് തന്നെ ഇവളെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പം പറ്റില്ല മുത്തശ്ശി, പറ്റില്ല. കഴിഞ്ഞ 1-2 മാസമായിട്ട് ആ മദനും ഇവളുമായിട്ടുള്ള കണക്ഷൻ തുടങ്ങിയിട്ട് അങ്ങനെയാകുമ്പോൾ ഈ കുഞ്ഞ് അവൻ്റെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, എനിക്ക് ഇവളെ ഈ കുഞ്ഞിനെ വേണ്ട, ഇതെൻ്റെ കുട്ടി അല്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ എഴുന്നേറ്റ് പറയണം, ആ ഒരു കാര്യത്തിൽ നീ എന്നെ സംശയിക്കേണ്ട, ഈ കുട്ടി അത് നിൻ്റെ തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചിരിക്കും, എനിക്കതിന് ഇഷ്ടം പോലെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, ഞാൻ തെളിയിച്ച് കാണിക്കാം, ഇത് നിൻ്റെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അബി നീ ആവശ്യമില്ലാത്ത പറയരുത്, അവൾ നിന്നെ കല്യാണം കഴിച്ച വിധം വേണമെങ്കിൽ വേറെ രീതിക്കായിരിക്കാം, അവൾക്ക് കാശിനോട് കുറച്ച് ആക്രാന്തമുണ്ടെന്നല്ലാതെ അവളുടെ സ്വഭാവത്തിൽ മറ്റൊരു ദൂഷ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൾ ഒരു തന്നെ ചെയ്തിട്ടുമില്ല. ഈ സംഭവം തുടങ്ങിയപ്പോൾ തന്നെ നയന എന്നോട് പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അവരെ ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്. അവൾക്ക് മദനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മദനാണ് മറ്റെന്തോ ദുരുദ്ദേശത്തിനും മൂലം അവളെ ടാർഗറ്റ് ചെയ്യുന്നത്, അവൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇവള് നിന്നെ ചതിച്ചിട്ടില്ല, ഇവളുടെ വയറ്റുള്ളത് നിൻ്റെ കുഞ്ഞു തന്നെയാണ്, അതുകൊണ്ട് നീ ഇനിമേൽ എൻ്റെ ഭാര്യനെ കുഞ്ഞിനെ സ്നേഹിക്കാൻ നോക്ക്, ഇവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അബിയോട് പറയുമ്പോഴേക്കും അബി ദേഷ്യപ്പെട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, മോള് വിഷമിക്കേണ്ട ഒന്നും ഓർത്ത്, ഇപ്പം മോൾ ഇത്ര നാളും കള്ളത്തരം കാണിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു, മോളങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ ഈശ്വരൻ മോൾക്കൊരു കുട്ടിയെ തരാതെ പോകുമെന്ന്. പക്ഷേ വിഷമിക്കേണ്ട, മോളിപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ലേ, ഇത് തന്നെ വലിയൊരു കാര്യമാണ്, നമ്മുടെ കുടുംബത്തോട്ട് ശരിക്കും ഒരു കുഞ്ഞാവ് വരാൻ പോവുക, അതൊക്കെ നമുക്ക് ആഘോഷിക്കണം, മോള് പോയിട്ട് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് നവീനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയണം, ജാനകി ഈ ഫോട്ടോസൊക്കെ പെറുക്കി കൊണ്ട് അടുപ്പിലിട്ട് കത്തിച്ചു കളാം, അത്രേ ഉള്ളൂ സംഭവങ്ങൾ, അല്ലാതെ ഇത് വലിയ വിഷയമാക്കാനൊന്നും ഇല്ല. ഇപ്പം ആർക്ക് വേണമെങ്കിലും ഏതൊരു പെൺകുട്ടിയെ വെച്ച് വേണമെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അത് ഫോട്ടോഷോപ്പാക്കി എങ്ങനെ വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ കണ്ട് ഒരിക്കലും പെൺകുട്ടികൾ മനസ്സ് തകർന്നു പോകരുത്, കാരണം അവർക്കറിയാലോ അവർ നിലവാരം. പിന്നെ നമ്മുടെ മനസ്സ് പോലെ തന്നെയാണ് നമ്മുടെ ശരീരവും, അത് ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതല്ലാതെ ഇതുപോലെ ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാനോ ജീവൻ നശിപ്പിക്കാനോ ആരും ഒരുങ്ങരുത്, അതൊന്നും ഒരിക്കലും ഒരു പരിഹാരമാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ ഒരുപാട് അവന്മാരിറങ്ങും, പക്ഷെ നമുക്ക് നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്യാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി എല്ലാവരും ഒന്നും ഉപദേശിച്ചിട്ട് കാര്യപ്പോൾ വന്നിട്ടോ. അങ്ങനെയാണ് ആ മദൻ്റെ കഥയ്ക്ക് ഒരവസാനം കുറിക്കുന്നത്.